ഗൈസ് ഇവന്റെ കുറെ നാളത്തെ പരാതി ഇന്ന് തീർക്കാൻ വേണ്ടി പോവാൻ. എനിക്ക് എന്തിന്റെ പ്രശ്നം? താടിയില്ല. KGF-ന്റെ ഈ ആഷിനെ പോലെ ആക്കിയട്ടെ ഞാൻ നിന്നെ ഒട്ടിച്ചല്ല ഒറിജിനൽ താടി എങ്ങനെയാണ് വരാതെ പോലെ അത്ര കട്ടിയില് സെറ്റ്. ഓക്കെ, അപ്പൊ അവന്റെ ആഗ്രഹം സാധിച്ചു തുടങ്ങാൻ വേണ്ടിട്ട് ഞാനിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം കാക്കനാടുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്കിലാണ്. പക്ക ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഇവരുടെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആ ഒരു ലെവലിലാണ്. ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അവന്റെ അടുത്ത ഡൗട്ട്. അപ്പൊ ഈ സൈഡ് എഫക്റ്റോ പെയിൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ തന്നെ നമുക്ക് മറുപടി വന്നു. ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബാക്കിൽ നിന്ന് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത ആ പെയിൻ ഇല്ലാതാക്കിയിട്ട് മാത്രമാണ് പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഇതിന്റെ മെയിൻ സൈഡ് എഫക്ട് ഇതിന്റെ റിസൾട്ട് ബോറാവുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് നമ്മൾ മാർക്കിംഗ് ചെയ്ത് അതിൽ എങ്ങോട്ട് വളരണം എന്താന്നുള്ള രീതിയിലൊക്കെ അതിന്റെ ഡെൻസിറ്റി എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏകദേശം അതേ ക്വാളിറ്റി ഹെയർ സെലക്ട് ചെയ്ത് ഇല്ലാത്ത സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അപ്പൊ അവരെ സ്വന്തം തൊടിയിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു പണിയായതുകൊണ്ട് സൈഡ് എഫക്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ലാംഗ്വേജിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മലയാളി ഡോക്ടേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ താടിക്ക് മീശിക്കും ഒരു ദിവസത്തെ പ്രൊസീജിയർ ആണ് കേട്ടോ. പക്ഷെ താടി മീശി മാത്രമല്ല, ഹെയർ ആണെങ്കിൽ ഐബ്രോ ആണെച്ചാൽ സ്കിൻ സംബന്ധിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. സാധാരണക്കാർക്ക് പുറമെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇവിടെ വന്നിട്ട് ശരിക്കും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഇവർക്ക് കേരളത്തിന് പുറമെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, UAE, UK, ഒമാൻ, സൗദിയിൽ ഇപ്പൊ പുതിയ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്ലിനിക്കും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ താഴെയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്കാം. എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്.